വെൽക്കം ഓൾ 2022-ലെ നെറ്റ് എക്സാമിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ നിന്ന് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകളാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. A 3000 kilometer long trunk operates at 1.536 megabits per second and is used to transmit 64 byte frames and uses sliding window protocol. If the propagation speed is 6 microsecond per kilometer, how many bits should be sequence number field be? And the options are 6 bits, 7 bits, 5 bits and 4 bits. So, നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോകോൾ എന്ന് പറയുന്ന ഒരു സെഷനിൽ നിന്നാണ് അല്ലെ. അപ്പൊ സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോകോൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. അതായത് നമ്മുടെ OSI ലെയറിലെ ഡേറ്റ ലിങ്ക് ലെയർ ഉണ്ട്. ഡേറ്റ ലിങ്ക് ലെയറിന് കുറച്ച് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യണം അല്ലെ. ഡേറ്റ ലിങ്ക് ലെയറിന്റെ ബേസിക് ഡിസൈൻ ഇഷ്യൂ അല്ലെങ്കിൽ ബേസിക് ഫങ്ഷണാലിറ്റി എന്ന് നമ്മൾ പറയുമ്പോൾ അതിൽ വരുന്നതൊക്കെയാണ് ഫ്രെയിമിംഗ്, സെക്കൻഡ് വൺ എറർ കൺട്രോൾ, and third one flow control. Okay, basically ഇതൊക്കെയാണ് ഡേറ്റ ലിങ്ക് ലെയറിന്റെ ഫങ്ഷണാലിറ്റീസ്. സോ ഈ ഫ്ലോ കൺട്രോൾ എന്ന് പറയുന്നത് അവിടെയാണ് നമ്മുടെ സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോകോളിന്റെ കോൺസെപ്റ്റ് വരുന്നത്. ഫ്ലോ കൺട്രോൾ എന്ന് പറയുന്നത് ഒരു സെൻഡർ ഫാസ്റ്റ് ആയിട്ട് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റിസീവറിലോട്ട്. സോ റിസീവർ അത്രത്തോളം കേപ്പബിൾ അല്ല ഡേറ്റ റിസീവ് ചെയ്യാനായിട്ട്, അത്രയും സ്പീഡിലല്ല റിസീവർ വർക്ക് ചെയ്യുന്നത്. സോ ദർ മേ ബി എ ചാൻസ് ഓഫ് ഓവർഫ്ലോ. ഓക്കെ, ആ ഒരു ഓവർഫ്ലോ സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു മിസ്മാച്ച് ഉണ്ടല്ലോ സെന്ററിന്റെയും റിസീവറിന്റെയും സ്പീഡിലുള്ളത്, ആ ഒരു മിസ്മാച്ച് ഓവർകം ചെയ്യുവാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കോൺസെപ്റ്റ് ആണ് ഫ്ലോ കൺട്രോൾ. ഈ ഫ്ലോ കൺട്രോൾ കോൺസെപ്റ്റ് നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ചാനലുകളിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് നോയിസ് ലെസ് ചാനൽ ഉണ്ട് ആൻഡ് നോയ്സി ചാനൽ ഉണ്ട്. ഓക്കെ, നോയ്സ്ലെസ് ചാനലിൽ വരുന്നതാണ് സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് പ്രോട്ടോകോൾ. എന്നാൽ നോയ്സി ചാനലിൽ വരുന്നതാണ് സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോകോൾ. സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോകോൾ. ഈ സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോകോൾ എന്ന് പറയുമ്പോൾ അതിനുള്ളിൽ തന്നെ നമുക്കൊരു 3 ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് ARQ. സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് ARQ. ARQ മീൻസ് ഓട്ടോമാറ്റിക് റിപ്പീറ്റ് റിക്വസ്റ്റ്, അതാണ് ARQ. Then go back and ARQ. Go back and ARQ. Then അടുത്തത് സെലക്റ്റീവ് റിപ്പീറ്റ് ARQ. അപ്പം ഇതൊക്കെയാണ് സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോകോളിന്റെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസ്. നമ്മളോട് ഇപ്പം അത്രയും കോൺസെപ്റ്റിലോട്ട് നമ്മൾ പോയിട്ടില്ല. നമ്മൾ ബേസിക്കലി സ്ലൈഡിംഗ് വിൻഡോ ആണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോകോളിൽ കുറച്ച് കോൺസെപ്റ്റുകൾ ഉണ്ട്. എന്താണ് സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോകോൾ എന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കാം. സോ ഹിയർ വി ഹാവ് എ സെൻഡർ ആൻഡ് വി ഹാവ് എ റിസീവർ ഹിയർ. ഓക്കെ, നമ്മൾ നോർമലി ചെയ്യുന്നത് സെൻഡറിന്റെ കയ്യിൽ ഡേറ്റ ഉണ്ടാകും. അസ്യൂം ചെയ്യുക സെന്ററിന്റെ കയ്യിലുള്ള ഡേറ്റ ABCD എന്നാണ് അസ്യൂം ചെയ്യുക. ഇതാണ് സെന്ററിന്റെ കയ്യിലുള്ള ഡേറ്റ. അപ്പോ സെന്റർ ഫസ്റ്റ് ടൈം A എന്ന് പറയുന്ന ഡേറ്റ സെൻഡ് ചെയ്തു, റിസീവറിലോട്ട് കൊടുത്തു. ഓക്കെ, ദെൻ റിസീവർ ഒബ്വിയസ്ലി എന്താണ് ചെയ്യേണ്ടത്? ഒരു അക്നോളജ്മെന്റ് സെൻഡ് ചെയ്യണം. സോ അക്നോളജ്മെന്റ് മീൻസ് അസ്യൂം ചെയ്യുക നമ്മുടെ അക്നോളജ്മെന്റ് ACK, that is acknowledgement ACK 2 എന്നാണ് അസ്യൂം ചെയ്യുക. 2 മീൻസ് നമ്മൾ ഈ ഡേറ്റ അയക്കുക, അല്ലെങ്കിൽ നമ്മൾ സെന്ററിന്റെ സൈഡിൽ നമുക്കറിയാം ABCD ഡേറ്റയാണുള്ളത്. ഓരോ ഡേറ്റയ്ക്കും ഒരു സീക്വൻസ് നമ്പർ ഉണ്ട്. അസ്യൂം ചെയ്യുക എയുടെ സീക്വൻസ് നമ്പർ 1 ആണ്, ബിയുടേത് 2 ആണ്, സിയുടേത് 3 ആണ്, ഡിയുടേത് 4 ആണ് എന്ന് അസ്യൂം ചെയ്യുക. ആൻഡ് റിസീവർ സെൻഡ് an acknowledgement to, which means that a receiver is waiting to get the packet B എന്ന് പറയുന്ന ആ ഒരു പാക്കറ്റ് അല്ലെങ്കിൽ ആ ഒരു ഡേറ്റ റിസീവ് ചെയ്യാൻ വേണ്ടി റിസീവർ വെയിറ്റ് ചെയ്യാണ്. അതുകൊണ്ടാണ് അക്നോളജ്മെന്റ് 2 കൊടുത്തിരിക്കുന്നത്. 2 is the sequence number for B. സോ ഈ ഒരു അക്നോളജ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ സെൻഡർ എന്ത് ചെയ്യും? സെൻഡർ പാക്കറ്റ് B സെൻഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോ ഇവിടെ നമുക്കൊരു സീക്വൻസ് നമ്പറിന്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു.
അതായത് സെന്റർ സൈഡിൽ ഒരു സെന്റർ വിൻഡോ ഉണ്ടാകും. ഓക്കെ, അപ്പൊ അല്ലെങ്കിൽ സെന്റർ വിൻഡോ എന്ന് പറയുന്നതില് അസ്യൂം ചെയ്യുക ഇവിടെ നമ്മൾ അറ്റ് എ ടൈം ഓരോ ഫ്രെയിം വെച്ചാണ് അയച്ചത്. അതിനനുസരിച്ച് ഓരോ ഫ്രെയിമിന്റെയും അക്നോളജ്മെന്റ് കിട്ടിക്കഴിയുമ്പോഴാണ് അടുത്ത ഫ്രെയിമുകൾ നമ്മൾ അയച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതായത് നമ്മള് ഈ ഒരു കോൺസെപ്റ്റ് ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രം. നമുക്കൊരു സെന്റർ വിൻഡോ ഉണ്ടാകും. ആ സെന്റർ വിൻഡോയ്ക്ക് ഒരു പർട്ടിക്കുലർ സൈസ് ഉണ്ടാകും. ആ സൈസിൽ എത്രയാണോ ഫ്രെയിം ഉള്ളത്, മാക്സിമം ദാറ്റ് നമ്പർ ഓഫ് ഫ്രെയിം ക്യാൻ ബി സെൻഡ് ബിഫോർ ഗെറ്റിംഗ് ദ അക്നോളജ്മെന്റ് ഫ്രം ദ റിസീവർ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ സെന്റർ വിൻഡോ സൈസ് 3 ആയിരുന്നുവെങ്കിൽ, ഓക്കെ, സെന്റർ വിൻഡോന്റെ സൈസ് 3 ആയിരുന്നു എങ്കിൽ വി ക്യാൻ സെൻഡ് എ and we can send B and we can send C. We can send C also. After that, we get the acknowledgement 4 കിട്ടും. ഓക്കെ, അപ്പൊ അക്നോളജ്മെന്റ് 4 കിട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഈ സ്ലൈഡിംഗ് വിൻഡോ ഇങ്ങോട്ട് മൂവ് ചെയ്യും അടുത്ത ലൈനിലോട്ട്. അടുത്ത 3 ഫ്രെയിമുകൾ സെൻഡ് ചെയ്യാനായിട്ട് ജസ്റ്റ് അത് മൂവ് ചെയ്യും. സോ മനസ്സിലാക്കേണ്ടത് ഇത്ര മാത്രം. സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോകോൾ എന്ന് പറയുമ്പോൾ ഒരു വിൻഡോ സ്ലൈഡ് ചെയ്ത് പോകുന്നുണ്ട്. ആ സ്ലൈഡ് ചെയ്യുക എന്ന് പറയുന്നത് അക്നോളജ്മെന്റ് റിസീവ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും സ്ലൈഡ് ചെയ്യുന്നത്. നേരത്തെ ഒരു കേസിൽ നമ്മൾ പറഞ്ഞത് അറ്റ് എ ടൈം 1 ഫ്രെയിം ആയിരുന്നു നമുക്ക് അയക്കാൻ പറ്റിയത്. അവിടെ സ്ലൈഡിംഗ് വിൻഡോയുടെ അല്ലെങ്കിൽ സെൻഡിങ് വിൻഡോയുടെ സൈസ് 1 ആയിരുന്നു. ബട്ട് സെൻഡിങ് വിൻഡോ സൈസ് ക്യാൻ ബി 3, 4, 5 etc. which means that we can send maximum of that much frames to the receiver before getting the acknowledgement from the receiver. ഓക്കെ, അപ്പൊ ഇതാണ് സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. സോ സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോകോളില് നമ്മൾ എപ്പോഴും എഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു ടേം പറയാറുണ്ട്. നമ്മൾ എപ്പോഴും എഫിഷ്യൻസി എന്ന് പറയുന്നത്, എഫിഷ്യൻസിയുടെ ഇക്വേഷൻ ഇതാണ്: സെൻഡിങ് അല്ലെങ്കിൽ സെൻഡർ വിൻഡോ സൈസ് divided by optimal window size. Center window size divided by optimal window size. Okay, ഇനി നമുക്ക് ആ ഇക്വേഷൻസ് ഒക്കെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് റീകളക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി എഫിഷ്യൻസി നമ്മളൊന്ന് നോട്ട് ചെയ്തിരുന്നു. നമുക്ക് ഒന്നും കൂടെ ഇവിടെ ഒന്ന് റീറൈറ്റ് ചെയ്യാം. എഫിഷ്യൻസി ഈക്വൽ ടു സെന്റർ വിൻഡോ സൈസ് divided by optimal window size. We can write the capital N for center window size and the optimal window size will be 1 plus 2a. The optimal window size will be 1 plus 2a. Then ഈ എന്താണ് ഒപ്റ്റിമൽ വിൻഡോ സൈസ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഒപ്റ്റിമൽ വിൻഡോ സൈസ് എന്ന് പറയുന്നത് മാക്സിമം, ദാറ്റ് ഈസ് 100% എഫിഷ്യൻസി കിട്ടുവാൻ വേണ്ടി എത്രത്തോളം ഫ്രെയിമുകൾ നമ്മൾ സെൻഡ് ചെയ്യണം, അതായത് അറ്റ് എ ടൈം നമ്മൾ എത്രത്തോളം അക്നോളജ്മെന്റ് കിട്ടുന്നതിന് മുമ്പ് എത്രത്തോളം ഫ്രെയിമുകൾ സെൻഡ് ചെയ്യണം, മാക്സിമം എത്രത്തോളം ഫ്രെയിമുകൾ സെൻഡ് ചെയ്യണം, അതാണ് ഒപ്റ്റിമൽ വിൻഡോ സൈസ് എന്ന് പറയുന്നത്. ആ ഒപ്റ്റിമൽ വിൻഡോ സൈസ് എന്ന് പറയുന്നത് 1 plus 2a ആണ്. അതായത് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പ്രൊപ്പഗേഷൻ ടൈം ഡിവൈഡഡ് ബൈ ട്രാൻസ്മിഷൻ ടൈം ആണ് എ എന്ന് പറയുന്നത്. അതോടൊപ്പം നമ്മളുടെ മാക്സിമം നമ്പർ ഓഫ് ഫ്രെയിം ദാറ്റ് എ സെന്റർ ക്യാൻ ബി സെൻഡ് വിത്തൗട്ട് അക്നോളജ്മെന്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? വിച്ച് ഇസ് ഈക്വൽ ടു സെന്റർ വിൻഡോ സൈസ് ആയിരിക്കും. ഓക്കെ, ശ്രദ്ധിക്കുക, മാക്സിമം ഫ്രെയിം that can be sent by center without acknowledgement. അതാണ് ഇമ്പോർട്ടന്റ് കേട്ടോ. വിത്തൗട്ട് അക്നോളജ്മെന്റ് ഈക്വൽ ടു എന്തായിരിക്കും? സെന്റർ വിൻഡോ സൈസ് ആയിരിക്കും. സെന്റർ വിൻഡോ സൈസ് ആയിരിക്കും. ഓക്കെ, അപ്പോ നമുക്ക് എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇക്വേഷൻ ഈക്വൽ ടു എന്താണ്? എഫിഷ്യൻസി ഈക്വൽ ടു n ഡിവൈഡഡ് ബൈ 1 plus 2a ആണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ദെൻ n ആണ് നമ്മളുടെ വിൻഡോ സൈസ് അല്ലെ? n ആണ് നമ്മളുടെ വിൻഡോ സൈസ് ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. n വിൻഡോ സൈസ് ആണ് എങ്കിൽ n എന്ന് പറയുന്നത് നമ്മളുടെ വിൻഡോ സൈസ് ആണ്. അസ്യൂം ചെയ്യുക എന്നിന്റെ സൈസ് എന്ന് പറയുന്നത് 4 ആണ് എന്ന് അസ്യൂം ചെയ്യുക.
ഓക്കെ, എന്നിന്റെ സൈസ് 4 ആണ് എങ്കിൽ വിച്ച് മീൻസ് ദാറ്റ് മാക്സിമം 4 ഫ്രെയിം ക്യാൻ ബി സെൻഡ് ബൈ ദ സെൻഡർ വിതൗട്ട് അക്നോളജ്മെന്റ്, അല്ലെ? നമ്മൾ അത് ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ പറഞ്ഞു ഒപ്റ്റിമൽ വിൻഡോ സൈസ് എന്ന് പറയുന്നത് 1+2a ആന്ന് പറഞ്ഞു. ഫോർ എക്സാമ്പിൾ നമ്മളുടെ വിൻഡോ സൈസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രെയിം എന്ന് പറയുന്നത്, നമ്മളുടെ ഒരു വിൻഡോയില് ഇതാണ് നമ്മളുടെ ഒരു വിൻഡോ ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതാണ്, ഇത്രയാണ് നമ്മളുടെ വിൻഡോ. ഒരു വിൻഡോയില് നമുക്ക് മാക്സിമം 3 ഫ്രെയിംസ് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും, അല്ലെ? മാക്സിമം 3 ഫ്രെയിംസേ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ ഒരു വിൻഡോയില്. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഓരോ ഫ്രെയിമിനും ഓരോ സീക്വൻസ് നമ്പർ ഉണ്ടാകും എന്ന് പറഞ്ഞു. അതായത് ഫോർ n ബിറ്റ് സീക്വൻസ് നമ്പർ ഫീൽഡ്, ഓരോ ഫോർ എക്സാമ്പിൾ സീക്വൻസ് നമ്പർ എന്ന് പറയുന്നത് 1, 2, 3 ഇതായിരിക്കാം സീക്വൻസ് നമ്പർ. സോ ഇൻ ഓർഡർ ടു റെപ്രസെന്റ് ദ സീക്വൻസ് നമ്പർ വി ഹാവ് n ബിറ്റ്. ഓക്കെ, n ബിറ്റ് ആണ് സീക്വൻസ് നമ്പർ എന്ന് പറയുന്നത്, n ബിറ്റ് ആണ്. So using the n bit sequence number, we can create, using n bit, we can create how many sequence number? അതായത് n ബിറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എത്ര സീക്വൻസ് നമ്പർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? ഒബ്വിയസ്ലി ഇറ്റ് ഈസ് 2:n സീക്വൻസ് നമ്പർ we can create. Okay, so 2:n സീക്വൻസ് നമ്പർ നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സിമിലർലി നമ്മൾ ഓൾറെഡി പറഞ്ഞു 1+2a ആണ് നമ്മളുടെ വിൻഡോയുടെ സൈസ് എന്ന്. അങ്ങനെ വിൻഡോയുടെ സൈസ് 1+2a ആണ് എങ്കിൽ, ഓക്കെ, അങ്ങനെ വിൻഡോയുടെ സൈസ് 1+2a ആണ് എങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന സീക്വൻസ് നമ്പറിന്റെ നമ്പർ ഓഫ് ബിറ്റ്സ് എത്രയാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, നമ്മൾ സീക്വൻസ് നമ്പറിന്റെ ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിൻഡോയിലാണ്, നമ്മുടെ വിൻഡോ എന്ന് പറയുന്നത് ഇവിടെ 3 ആണ്. അതിൽ നമ്മൾ ഓരോ പാക്കറ്റും നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഓരോ പാക്കറ്റിനും ഒരു സീക്വൻസ് നമ്പർ ഉണ്ടാവും. ഓക്കെ, ആ സീക്വൻസ് നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ടുള്ള വർക്കിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പോ 1+2a ആണ് നമ്മളുടെ ഒപ്റ്റിമൽ വിൻഡോ സൈസ് എങ്കിൽ അതിന്റെ സീക്വൻസ് നമ്പർ എന്ന് പറയുന്നത് ലോഗ് ഓഫ് 1+2a ആയിരിക്കും. ലോഗ് 2 ആണ് കേട്ടോ, ബേസ് 2 ആണ്. ലോഗ് 2 1+2a ആയിരിക്കും അതിന്റെ സീക്വൻസ് നമ്പർ എന്ന് പറയുന്നത്. സോ നമ്മൾ പറയാണ് സെന്റർ വിൻഡോ സൈസ് എന്ന് പറയുന്നത്, നമുക്കൊരു ജനറലൈസേഷൻ എഴുതാം. സെന്റർ വിൻഡോ സൈസ് ഈക്വൽ ടു മിനിമം ഓഫ് 1+2a, 2:n. ഇതിന്റെ മിനിമം ആയിരിക്കും സെന്റർ വിൻഡോ സൈസ് എന്ന് പറയുന്നത്. 1+2aയുടെയോ അല്ലെങ്കിൽ 2:n മിനിമം ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ അസ്യൂം ചെയ്യുക നമുക്ക് 4 സീക്വൻസ് നമ്പർ ഉണ്ട്. ഓക്കെ, 4 സീക്വൻസ് നമ്പർ ഉണ്ട്. നമുക്ക് 4 സീക്വൻസ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ ക്രിയേറ്റ് ഹൗ മെനി ഫ്രെയിംസ്? നമുക്ക് എത്ര ഫ്രെയിംസ് ആ 4 സീക്വൻസ് നമ്പറോട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? അതായത് നമുക്ക് സീക്വൻസ് നമ്പറിന്റെ ബിറ്റ് ആണ് കേട്ടോ, 4 ബിറ്റ് ആണ് നമ്മുടെ സീക്വൻസ് നമ്പർ. ശ്രദ്ധിക്കുക, 4 ബിറ്റ് ആണ് നമ്മുടെ സീക്വൻസ് നമ്പർ. സോ യൂസിങ് ദിസ് 4 ബിറ്റ് വി ക്യാൻ ക്രിയേറ്റ് ഹൗ മെനി ടോട്ടൽ സീക്വൻസ് നമ്പർ, അല്ലെങ്കിൽ ടോട്ടൽ സീക്വൻസ് നമ്പർ എത്രയായിരിക്കും? അതായത് ടോട്ടൽ സീക്വൻസ് നമ്പർ വിൽ ബി 2:4, ദാറ്റ് ഈസ് ഈക്വൽ ടു 16 ആയിരിക്കും നമ്മളുടെ ടോട്ടൽ സീക്വൻസ് നമ്പർ. ശ്രദ്ധിക്കുക, നമ്മളുടെ കയ്യില് സീക്വൻസ് നമ്പറിന്റെ ബിറ്റ് ആണ് 4 ബിറ്റ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ 4 ബിറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് സീക്വൻസ് നമ്പർ എന്തായിരിക്കും? 2:4 ആയിരിക്കും സീക്വൻസ് നമ്പർ. ഇനി നമ്മൾ പറയാണ് നമ്മൾ ഒപ്റ്റിമൽ, അതായത് 1+2a എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഒപ്റ്റിമൽ വിൻഡോ സൈസ് എന്ന് പറയുന്നത് നമ്മൾ അസ്യൂം ചെയ്യാണ് 10 ആണെന്ന് അസ്യൂം ചെയ്യുകയാണ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് സെൻഡിങ് വിൻഡോ സൈസ് ആണ്. സെൻഡിങ് വിൻഡോ സൈസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എങ്ങനെയാണ് അതിന്റെ ഇക്വേഷൻ? മിനിമം ഓഫ് 1+2a, 16, അല്ലെ? അതായത് മിനിമം ഓഫ് 1+2a 10 ആണ്, 16 ആണ് 2:n വാല്യൂ. സോ മിനിമം വാല്യൂ എന്താണ്? 10 ആണ് മിനിമം വാല്യൂ. സോ സെന്റർ വിൻഡോ സൈസ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ 10 ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമ്മുടെ മാത്തമാറ്റിക്കലി വരുന്ന കുറച്ച് കോൺസെപ്റ്റുകൾ. നമ്മുടെ സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോകോളിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യണമെങ്കിൽ നമുക്ക് കിട്ടേണ്ട കുറച്ച് കോൺസെപ്റ്റുകളൊക്കെയാണ് ഇതെല്ലാം. എനിവേ, നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നു? ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് നമ്മളോട്
സീക്വൻസ് നമ്പർ ഫീൽഡ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഹൗ മെനി ബിറ്റ്സ് ഷുഡ് ബി ദ സീക്വൻസ് നമ്പർ ഫീൽഡ്. സീക്വൻസ് നമ്പർ ഫീൽഡ് എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കുന്നത്. സീക്വൻസ് നമ്പറിൽ എത്ര ബിറ്റുകൾ ഉണ്ട് എന്നാണ് നമ്മൾ മെയിൻ ആയിട്ടും കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഇൻഫോർമേഷൻസ് നമുക്കൊന്ന് നോട്ട് ഡൗൺ ചെയ്യാം. ബാൻഡ് വിഡ്ത്ത് തന്നിട്ടുണ്ട് അല്ലെ. ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 1.536 ആണ് ബാൻഡ് വിഡ്ത്ത്. ദെൻ അതോടൊപ്പം തന്നെ നമുക്ക് പ്രൊപ്പഗേഷൻ സ്പീഡ് തന്നിട്ടുണ്ട് അല്ലെ. പ്രൊപ്പഗേഷൻ സ്പീഡ് തന്നിട്ടുണ്ട്. പ്രൊപ്പഗേഷൻ സ്പീഡ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് എത്രയാണ്? ഡിസ്റ്റൻസ് 3000 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് തന്നിരിക്കുന്നത്. ഇനി പ്രൊപ്പഗേഷൻ സ്പീഡ് തന്നിരിക്കുന്നത് 6 മൈക്രോ സെക്കൻഡ് പെർ കിലോമീറ്റർ ആണ് തന്നിരിക്കുന്നത് കേട്ടോ. അത് ശ്രദ്ധിക്കുക. 1 കിലോമീറ്ററിൽ 6 മൈക്രോ സെക്കൻഡ് ആണ് നമ്മളുടെ പ്രൊപ്പഗേഷൻ സ്പീഡ്. അങ്ങനെയാണെങ്കിൽ 3000 കിലോമീറ്ററിൽ എത്രയായിരിക്കും സ്പീഡ് വരുന്നത്? 1 കിലോമീറ്റർ 6 മൈക്രോ സെക്കൻഡ് ആണ് എങ്കിൽ 3000 കിലോമീറ്ററിൽ വരുമ്പോൾ 6 into 3000 വരും. അതായത് 18,000 ആണ്. 18,000 ആണ് നമുക്ക് 18,000 മൈക്രോ സെക്കൻഡ് ആണ് നമുക്ക് സ്പീഡായിട്ട് കിട്ടുന്നത്. ഓക്കെ, അതിന് നമുക്ക് സാധാരണ നമുക്ക് ഇതാണ് നമ്മളുടെ പ്രൊപ്പഗേഷൻ ടൈം ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, പ്രൊപ്പഗേഷൻ ടൈം ആയിട്ട് നമുക്ക് അപ്പൊ കിട്ടിയിരിക്കുന്നത് 18,000 മൈക്രോ സെക്കൻഡ് ആണ്. ഇനി നമ്മളുടെ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് വീണ്ടും തിരിച്ചു പോകാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഹൗ മെനി ബിറ്റ് ഷുഡ് ദ സീക്വൻസ് നമ്പർ ഫീൽഡ് ബി. അപ്പൊ സീക്വൻസ് നമ്പർ ഫീൽഡില് എത്ര ബിറ്റ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. സോ നമ്മൾ പറയാണ് നമ്മളുടെ ഒപ്റ്റിമൽ കോൺസെപ്റ്റ്, ഒപ്റ്റിമൽ വിൻഡോ സൈസ് എത്രയാണ്? 1 + 2a ആണ്. ആ ഇക്വേഷനെ നമുക്ക് ഇവിടെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അതില് എ എന്താണ്? എ എന്ന് പറയുന്നത് TP ഡിവൈഡഡ് ബൈ TT ആണ്. ഇവിടെ TP കണ്ടുപിടിക്കാൻ പല ഇക്വേഷൻസ് ഉണ്ട്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ആ ഒരു ഇക്വേഷൻ നമുക്ക് ഇവിടെ യൂസ് ചെയ്യേണ്ടി വരുന്നില്ല. കാരണം നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ചില ഇൻഫോർമേഷൻസ് വെച്ച് വി ക്യാൻ ഡയറക്ട്ലി കാൽക്കുലേറ്റ് ദ പ്രൊപ്പഗേഷൻ ടൈം. സോ പ്രൊപ്പഗേഷൻ ടൈം എന്ന് പറയുന്നത് നമുക്ക് 18,000 ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, 18,000 ആണ് പ്രൊപ്പഗേഷൻ ടൈം. ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് ട്രാൻസ്മിഷൻ ടൈം. ട്രാൻസ്മിഷൻ ടൈം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? മെസ്സേജ് സൈസ് ഡിവൈഡഡ് ബൈ ബാൻഡ് വിഡ്ത്ത്. അതായത് മെസ്സേജ് സൈസ് എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട്. വി ഹാവ് 64 ബൈറ്റ്സ് ഫ്രെയിം, ദാറ്റ് ഈസ് 64 into 8 അല്ലെ. ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ബിറ്റ്സിൽ ആയതുകൊണ്ടാണ് നമ്മൾ അവിടെ ബൈറ്റിനെ ബിറ്റിലോട്ട് കൺവേർട്ട് ചെയ്തത്. അപ്പൊ 5.36 മെഗാ ബിറ്റ്സ് പെർ സെക്കൻഡ് ആണ് അല്ലെ. അപ്പൊ ഇൻറ്റു 10⁶ വരും. ഇനി നമുക്കറിയാം ട്രാൻസ്മിഷൻ ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. പ്രൊപ്പഗേഷൻ ടൈം ഓൾറെഡി മൈക്രോ സെക്കൻഡിലാണ് തന്നിരിക്കുന്നത്. സോ എഗെയിൻ നമ്മൾ ഇത് മൈക്രോ സെക്കൻഡിലോട്ട് ആക്കാൻ വേണ്ടി മുകളിലും താഴെയും -6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഇത് അങ്ങ് ക്യാൻസൽ ആയി പോകും. സോ ഫൈനലി വി ഗെറ്റ് എ വാല്യൂ ഓഫ് 333.333, അതായത് 333.333 എന്നാണ് നമുക്ക് ട്രാൻസ്മിഷൻ ടൈം കിട്ടുന്നത്. Okay, so again we can substitute the value in this equation, that is 18,000 divided by 333.333. ഈ ഒരു ഇക്വേഷനിലോട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ we get the value of A equal to 54.00 something. So we can write it as 54. So A യുടെ വാല്യൂ നമുക്ക് കിട്ടി. സോ നമുക്ക് ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഒപ്റ്റിമൽ വിൻഡോ സൈസ് എന്ന് പറയുന്നത് എന്താണ്? ഒപ്റ്റിമൽ വിൻഡോ സൈസ് 1 + 2a ആണ് അല്ലെ. ഇനി നമുക്ക് വേണ്ടത് ഒപ്റ്റിമൽ വിൻഡോ സൈസ് അല്ല വേണ്ടത്, ഹൗ മെനി ബിറ്റ് ഷുഡ് ബി പ്രസന്റ് ഇൻ ദ സീക്വൻസ് നമ്പർ ഫീൽഡ് ആണ്. സോ ഫോർ ദാറ്റ് ദ ഇക്വേഷൻ വിൽ ബി log 2 to the base of 1 + 2a അല്ലെ. സോ ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂ we get log 2 to the base of 1 + 2 into 54. So we can write it as log to the base 2 of 109. ഇനി ശ്രദ്ധിക്കുക, log to the base 2 ആണ് അല്ലെ. അപ്പൊ 2�6 എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, 2�6 എന്ന് പറയുന്നത് നമുക്കറിയാം 64 ആണെന്നറിയാം. സോ 6 ബിറ്റ് കൊണ്ട് നമുക്ക് 64 മാക്സിമം പറ്റുള്ളൂ. നമുക്ക് 109 ആണ് വേണ്ടത്. അപ്പൊ ഈ 6 ബിറ്റ് പറ്റില്ല എന്തായാലും. 2�7 എടുത്താലോ? 2�7 എന്ന് പറയുന്നത് 128 ആണ്.
So using 7 bits, we can create maximum of 128 sequence number. So നമ്മളുടെ 109 included in 2:7. അല്ലേ? So the right answer is option B. 7 bits is required in the sequence number field. ഓക്കെ, അപ്പോ നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ബി ഇസ് ദ റൈറ്റ് ആൻസർ, 7 ബിറ്റ്സ്. സോ നമ്മളുടെ സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യനും നമ്മളുടെ നേരത്തെ പറഞ്ഞ അതേ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെയാണ്, പക്ഷെ വേറൊരു ഫാക്ടർ ആയിരിക്കാം നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. എ 3000 കിലോമീറ്റർ ലോങ് ട്രങ്ക് ഓപ്പറേറ്റ് അറ്റ് 1.536 megabits per second and it is used to transmit 64 bytes frames and use a sliding window protocol. If the propagation speed is 6 microseconds per kilometer, if only 6 bits are solved for the sequence number field, then the efficiency of the system will be. So here we have to find out the value of efficiency. Okay, efficiency എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? For calculating the efficiency, we have n divided by 1 plus 2a. n എന്ന് പറയുന്നത് സെന്റർ വിൻഡോ സൈസും 1 plus 2a എന്ന് പറയുന്നത് ഒപ്റ്റിമൽ വിൻഡോ സൈസുമാണ്. സോ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് സെന്റർ വിൻഡോ സൈസ് ഡിവൈഡഡ് ബൈ ഒപ്റ്റിമൽ വിൻഡോ സൈസ് ആണ്, അല്ലെ? നമുക്കിത് അറിയാവുന്ന ഒരു കാര്യമാണ്. സോ നമുക്ക് ക്വസ്റ്റ്യനിലെ ഇൻഫോർമേഷൻസ് ഒക്കെ നമുക്ക് ഇതിലോട്ട് യൂട്ടിലൈസ് ചെയ്യാം. n നമ്മളോട് നമുക്ക് സെന്റർ വിൻഡോ സൈസ് കണ്ടുപിടിക്കണം, അല്ലെ? n എന്ന് പറയുന്നത് ഇവിടെ നോക്കിക്കോളൂ, നമ്മളുടെ ക്വസ്റ്റ്യനിലോട്ട് നോക്കിക്കോളൂ. ഇഫ് ഓൺലി 6 ബിറ്റ്സ് ആർ റിസർവ്ഡ് ഫോർ ദ സീക്വൻസ് നമ്പർ ഫീൽഡ്. സീക്വൻസ് നമ്പർ ഫീൽഡ് ആണ് 6 ബിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? 6 ബിറ്റ് ആണ് സീക്വൻസ് നമ്പർ ഫീൽഡ്. അങ്ങനെയാണെങ്കിൽ യൂസിംഗ് ദി 6 ബിറ്റ് ഹൗ മെനി ഫ്രെയിംസ് ക്യാൻ ബി സീക്വൻസ്ഡ്? എത്ര ഫ്രെയിംസിനെ നമുക്ക് സീക്വൻസ് ചെയ്യാൻ പറ്റും? ദാറ്റ് ഈസ് 2:6. ദാറ്റ് ഈസ് എത്രയാണ്? 64. സോ നമ്മളുടെ സെൻഡിങ് വിൻഡോ സൈസ് എത്രയാണ്? സെൻഡിങ് വിൻഡോ സൈസ് വിൽ ബി 64. ഓക്കെ, അപ്പോ നമുക്ക് n-ന്റെ വാല്യൂ കിട്ടി. n ഈക്വൽ ടു 64. സോ 64 ഡിവൈഡഡ് ബൈ 1 plus 2a. 1 plus 2a നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്ത് കണ്ടുപിടിച്ചിരുന്നു, അല്ലെ? ദാറ്റ് ഈസ് 64 ഡിവൈഡഡ് ബൈ 109. 1 plus 2a നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് കൊണ്ടാണ് ഞാൻ ആ വാല്യൂ ഡയറക്റ്റ്ലി ഇവിടെ എഴുതിയത്. സോ ബൈ ഡിവൈഡിംഗ് ദിസ് വി ഗെറ്റ് ദ എഫിഷ്യൻസി ആസ് 0.587. 587 as the efficiency value. So right option is option A, 0.587. സോ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട, അതായത് ഒരു ബേസിക് സ്റ്റേറ്റ്മെന്റുകൾ അല്ലെങ്കിൽ ഒരു ബേസിക് ഡിസ്ക്രിപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ബേസ്ഡ് ഓൺ ദാറ്റ് വി ഹാവ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നത് നമ്മളുടെ ഫ്രെയിം സീക്വൻസ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാനായിരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാനാണ്, അല്ലെ? സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയി നോക്കാം. സോ ക്വസ്റ്റ്യൻ നമ്പർ 3. Question number 3 is again from the same question description. That is, a 3000 kilometer long trunk operates at 1.536 megabits per second and is used to transmit 64 bytes frames and uses sliding window protocol. If the propagation speed is 6 microseconds per kilometer and we have to find out the maximum achievable throughput. Okay, അപ്പോ നമ്മൾ പഠിച്ച ഇക്വേഷൻസ് ഒക്കെ എന്തൊക്കെയായിരുന്നു? എഫിഷ്യൻസി എന്ന് പറയുന്നത് സെന്റർ വിൻഡോ സൈസ് ഡിവൈഡഡ് ബൈ ഒപ്റ്റിമൽ വിൻഡോ സൈസ്, ആൻഡ് എ എന്ന് പറയുന്നത് എന്താണ്? പ്രൊപ്പഗേഷൻ ടൈം ഡിവൈഡഡ് ബൈ ട്രാൻസ്മിഷൻ ടൈം. അതുപോലെ ഒപ്റ്റിമൽ വിൻഡോ സൈസ്, ഒപ്റ്റിമൽ വിൻഡോ സൈസ് എന്ന് പറയുന്നത് 1 plus 2a ആണ് എങ്കിൽ, ഒപ്റ്റിമൽ വിൻഡോ സൈസ് 1 plus 2a എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം എഫിഷ്യൻസി കിട്ടാൻ വേണ്ടി, 100% എഫിഷ്യൻസി കിട്ടാൻ വേണ്ടി നമ്മുടെ വിൻഡോയുടെ സൈസ് എത്രയായിരിക്കണം എന്നാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ അങ്ങനെ ആണ് എങ്കിൽ സീക്വൻസ് നമ്പർ എത്ര വേണ്ടി വരും? സീക്വൻസ് നമ്പർ എന്ന് പറയുന്നത് log to the base 2 of 1 plus 2a ആയിരിക്കും. ഇതൊക്കെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പഠിച്ച ഇക്വേഷൻസ് ആണ്. സോ ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ അച്ചീവബിൾ, മാക്സിമം അച്ചീവബിൾ ത്രൂപുട്ട് ആണ്. സോ ത്രൂപുട്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ത്രൂപുട്ട് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻറ്റു ബാൻഡ് വിഡ്ത്ത്. എഫിഷ്യൻസി ഇൻറ്റു ബാൻഡ് വിഡ്ത്ത് ആണ് ത്രൂപുട്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. സോ യൂസിങ് ദാറ്റ് ത്രൂപുട്ട്
ഈക്വൽ ടു എഫിഷ്യൻസി ഇൻറ്റു ബാൻഡ് വിഡ്ത്ത്. നമുക്ക് നേരത്തെ ഒരു ക്വസ്റ്റ്യനകത്ത് നമുക്ക് എഫിഷ്യൻസി നമുക്ക് കിട്ടിയിരുന്നു അല്ലെ, ദാറ്റ് ഇസ് 0.587 ആൻഡ് വി ഹാവ് ദ ബാൻഡ് വിഡ്ത്ത് ആസ് 1.536 megabits per second അല്ലെ. അതാണ് നമ്മുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. സോ മെഗാബിറ്റ്സ് പെർ സെക്കൻഡ് ആണ് നമ്മുടെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. സോ ബൈ മൾട്ടിപ്ലൈങ് ദീസ് ടു വി ഗെറ്റ് ദ വാല്യൂ ആസ് ദ ത്രൂപുട്ട് ആസ് 0.901 as the throughput value. So ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. 0.901 ആണ് എഫിഷ്യൻസി ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 4. ക്വസ്റ്റ്യൻ നമ്പർ 4 പറയുന്നത് a 3000 kilometer long trunk operates at 1.536 megabits per second and is used to transmit 64-byte frame and uses sliding window protocol. If the propagation speed is 6 microseconds per kilometer and the transmission and propagation delay are respectively. നമ്മൾ ഓൾറെഡി ഇത് കാൽക്കുലേറ്റ് ചെയ്തതാണ് അല്ലെ. ട്രാൻസ്മിഷൻ ടൈം എന്ന് പറയുന്നത് നമുക്ക് ഒബ്വിയസ്ലി അറിയാം. ട്രാൻസ്മിഷൻ ടൈം ഇതാണെന്ന് നമുക്കറിയാം അല്ലെ. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റിന് വേണ്ടി കാൽക്കുലേറ്റ് ചെയ്തതാണ്. പ്രൊപ്പഗേഷൻ ടൈമും ഇതാണെന്ന് അറിയാം. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അപ്പൊ ഞാൻ അതിന്റെ ഇക്വേഷൻ ഒന്ന് പറയാം. ട്രാൻസ്മിഷൻ ടൈം ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് അല്ലെ, ട്രാൻസ്മിഷൻ ടൈം ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് മെസ്സേജ് സൈസ് ഡിവൈഡഡ് ബൈ ബാൻഡ് വിഡ്ത്ത്. ഓക്കെ, പ്രൊപ്പഗേഷൻ ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടത്, അതായത് നമുക്കറിയാം സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് അല്ലെ. അപ്പോ ഇതിൽ നിന്ന് ആ ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ് നമ്മൾ പ്രൊപ്പഗേഷൻ ടൈം ആയിട്ട് എടുക്കേണ്ടത്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ പ്രൊപ്പഗേഷൻ സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട് ബേസ്ഡ് ഓൺ 6 മൈക്രോസെക്കൻഡ് പെർ കിലോമീറ്റർ എന്നാണ് തന്നേക്കുന്നത് അല്ലെ. അപ്പൊ അതിൽ നിന്ന് ഡയറക്ട്ലി നമുക്ക് ഈ ഒരു ഇക്വേഷന്റെ ആ ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്ത് ഡയറക്ട്ലി തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൊപ്പഗേഷൻ ടൈം എന്ന് പറയുന്നത് 18,000 മൈക്രോസെക്കൻഡ് ആണ്. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യനും ഓക്കെ ആയി. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യനും ഇതേ പാറ്റേണിൽ നിന്ന് തന്നെയാണ് വന്നത്. നോക്കാം. A 3000 kilometer long trunk operates at 1.536 megabits per second and is used to transmit 64 bytes frames and using sliding window protocol. If the propagation speed is 6 microseconds per kilometer, we have to find out the center window size to get the maximum efficiency. മാക്സിമം എഫിഷ്യൻസി കിട്ടുവാൻ വേണ്ടി നമ്മൾ എത്രയായിരുന്നു സെന്റർ വിൻഡോ സൈസ് യൂസ് ചെയ്തത്? അതായത് മാക്സിമം എഫിഷ്യൻസി കിട്ടാൻ വേണ്ടിയുള്ള സെന്റർ വിൻഡോ സൈസ് എന്ന് പറയുന്നത് 1+2a ആണ് അല്ലെ. സെന്റർ വിൻഡോ സൈസ് ആണ് 1+2a. ഇനി സെന്റർ വിൻഡോ സൈസ് 1+2a ആണ് എങ്കിൽ സീക്വൻസ് നമ്പർ ബിറ്റ് കാണാൻ വേണ്ടിയാണ് log to the base 1+2a കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോ സെന്റർ വിൻഡോ സൈസ് എന്ന് പറയുന്നത് 1+2a ആണ് എങ്കിൽ നമ്മൾ നേരത്തെ നമ്മുടെ ഇക്വേഷൻ ബേസ് അല്ലെ, നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തതാണ്. എത്രയാണത്? 109 ആണ് നമ്മളുടെ സെന്റർ വിൻഡോ സൈസ്. മാക്സിമം ത്രൂപുട്ട് കിട്ടാൻ വേണ്ടിയുള്ള സെന്റർ വിൻഡോ സൈസ് അല്ല എങ്കിൽ ഒപ്റ്റിമൽ വിൻഡോ സൈസ് എന്ന് പറയുന്നത് 109 ആണ്. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, സോ ഈ 5 ക്വസ്റ്റ്യൻസും നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത 5 ക്വസ്റ്റ്യൻസും നമുക്ക് ഒരേ പാറ്റേണിൽ നിന്ന് വരുന്ന, ഒരേ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് വരുന്ന, അതായത് നമുക്ക് സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോകോൾ മനസ്സിലാക്കുകയാണെങ്കിൽ, അതിന്റെ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കുകയാണ് എങ്കിൽ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു 5 ക്വസ്റ്റ്യൻസ് ആയിരുന്നു അത്. ഇനി നമുക്ക് വന്നിരിക്കുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനുള്ളിൽ തന്നെ വന്നിരിക്കുന്ന നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട് നെറ്റിന്റെ സിലബസിനുള്ളിൽ. അതിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് RSA അൽഗോരിതം. നമുക്ക് ഓൾറെഡി അറിയാം RSA അൽഗോരിതത്തിന്റെ കോൺസെപ്റ്റും കാര്യങ്ങളും ഒക്കെ അറിയാം. നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. യൂസിങ് RSA അൽഗോരിതം, if P equal to 13, Q equal to 5, E equal to 7, the value of D and the cipher value of 6 with E, N key R. So നമുക്ക് RSA അൽഗോരിതത്തില് പല സ്റ്റെപ്പുകൾ ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശ്രദ്ധിക്കുക, നമുക്ക് ആ സ്റ്റെപ്പ് ഒന്ന് നോക്കിയിട്ട് മുന്നോട്ട് പോവാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പ്രൈം നമ്പർ പിനെയും ക്യൂനെയും നമ്മൾ സെലക്ട് ചെയ്യണം. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് n ഈക്വൽ ടു p ഇൻറ്റു q കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ,
തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിലർ ടോഷ്യന്റ്, അതായത് ഫൈ ഓഫ് എൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഫൈ ഓഫ് എൻ എന്ന് പറയുന്നത് പി മൈനസ് വൺ ഇൻറ്റു ക്യൂ മൈനസ് വൺ ആണ് ഫൈ ഓഫ് എൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. ഇനി നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ടു ചൂസ് ദ വാല്യൂ ഓഫ് ഇ. ഓക്കെ, വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് ഇ. ഇ വിച്ച് മീൻസ് ദാറ്റ് ദ പബ്ലിക് കീ. ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് കീ ആണ്. And we have to find out the value of E, which is lies in between 1 and phi of n. 1-നും phi of n-നും ഇടയിലുള്ള ഒരു വാല്യൂ ആണ് നമ്മൾ E ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് we have to find out the value of D, that is private key. E എന്ന് പറയുന്നത് പബ്ലിക് കീയും D എന്ന് പറയുന്നത് പ്രൈവറ്റ് കീയും ആണെന്ന് മനസ്സിലാക്കുക. And we can calculate the private key by using a relationship between the public key and the private key, that is E into D, which is equal to എന്ന് പറഞ്ഞാൽ approximately equal to 1 mod phi of n. So ഈ ഒരു ഇക്വേഷനിൽ നിന്ന് we can find out the value of D, or we can say that E into D mod phi of n equal to 1. Okay, ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഇയും ഡിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാകും. ദെൻ സിക്സ് സ്റ്റെപ്പ്. ഓക്കെ, സിക്സ് സ്റ്റെപ്പില് നമുക്ക് ഒരു സൈഫർ ടെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ നമ്മളിപ്പോ ചെയ്തേക്കുന്നത് പബ്ലിക് കീ പ്രൈവറ്റ് കീ കണ്ടുപിടിച്ചതേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഒരു സൈഫർ ടെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓഫ് പിയുടെ സൈഫർ ടെക്സ്റ്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. RSA അൽഗോരിതം ആയതുകൊണ്ട് തന്നെ സൈഫർ ടെക്സ്റ്റ് ഓഫ് പി എന്ന് പറയുന്നത് കാൽക്കുലേറ്റഡ് ബൈ യൂസിംഗ് ദ പബ്ലിക് കീ ഇ, ദാറ്റ് ഇസ് പി റേസ് ടു ഇ മോഡ് എൻ ആണ് സൈഫർ ടെക്സ്റ്റ്. ഇനി സെവൻത് സ്റ്റെപ്പില് നമ്മൾ ഡീക്രിപ്ഷൻ ആണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതായത് നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പൊ പ്ലെയിൻ ടെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി, അതായത് സൈഫർ ടെക്സ്റ്റിലോട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ദാറ്റ് ഈസ് സി റീസ് ടു ഡി, അതായത് നമ്മളുടെ പ്രൈവറ്റ് കീ ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. മോഡ് എൻ ആണ് അവിടുത്തെ ഇക്വേഷൻ. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലോട് നമുക്ക് തിരിച്ചു വരാം. നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? പിയും ക്യൂവും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഈ സ്റ്റെപ്പിനനുസരിച്ച് തന്നെ നമുക്ക് എഴുതി പോകാം. ഓക്കെ, ഇവിടെ പിയും ക്യൂവും നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. പി എന്ന് പറയുന്നത്, ഞാൻ വേറൊരു കളർ ചൂസ് ചെയ്യാം. ഓക്കെ, പിയും ക്യൂവും തന്നിട്ടുണ്ടായിരുന്നു. സ്റ്റെപ്പ് 1-ല് നമ്മള് പിയുടെ വാല്യൂ എത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഗിവൺ ദാറ്റ് പി ഈക്വൽ ടു 13, ക്യൂ ഈക്വൽ ടു 5. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പില് നമ്മൾ എൻ കാൽക്കുലേറ്റ് ചെയ്തു. എൻ ഈക്വൽ ടു പി ഇൻറ്റു ക്യൂ ആണ്. ഇത് തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ വി ഗെറ്റ് ദ വാല്യൂ ഓഫ് എൻ ഈക്വൽ ടു 65. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 3-ല് എയ്ലർ ടോഷ്യന്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഫൈ ഓഫ് എൻ. ഫൈ ഓഫ് എൻ എന്ന് പറയുന്നത് 12 into 4 ആണ്, ദാറ്റ് ഈസ് 48. ഓക്കെ, ഇത്രയും കാൽക്കുലേറ്റ് ചെയ്തു. ആൻഡ് ഫോർത്ത് സ്റ്റെപ്പില് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ പബ്ലിക് കീ ആണ്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് പബ്ലിക് കീ ഗിവൺ ആണ്. ദാറ്റ് ഈസ് പബ്ലിക് കീ എന്ന് പറയുന്നത് 7 ആണ് പബ്ലിക് കീ ആയിട്ട് തന്നിരിക്കുന്നത്. ഇനി ചില ക്വസ്റ്റ്യനില് എനിക്ക് തോന്നുന്നു 21-ലെ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു, പബ്ലിക് കീ ആയിരുന്നു നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, പ്രൈവറ്റ് കീ തന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നമ്മളുടെ ഓരോ എക്സാമിനും ഉണ്ടാവും, പക്ഷെ പാറ്റേൺ ഡിഫറെന്റ് ആയിരിക്കും. ഒന്നെങ്കിൽ പബ്ലിക് കീ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ പ്രൈവറ്റ് കീ കണ്ടുപിടിക്കണം, അല്ല എങ്കിൽ ഇതെല്ലാം തന്നിട്ടുണ്ടാവും, ഒരു സൈഫർ ടെക്സ്റ്റ് കണ്ടുപിടിക്കണം. ഇതൊക്കെ ആയിരിക്കും നമ്മുടെ റിക്വയർമെന്റ്. ഓക്കെ, ഇനി ഫിഫ്ത് സ്റ്റെപ്പിൽ എന്താ നമുക്ക് ചെയ്യേണ്ടത്? നമുക്ക് പ്രൈവറ്റ് കീ കണ്ടുപിടിക്കണം. ഓക്കെ, നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് പ്രൈവറ്റ് കീയും കൂടെ കണ്ടുപിടിക്കണം എന്നാണ്. പ്രൈവറ്റ് കീ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ഇ ഇൻറ്റു ഡി മോഡ് ഫൈ ഓഫ് എൻ എന്തായിരിക്കണം? 1 ആയിരിക്കണം, ഈക്വൽ ടു 1 ആയിരിക്കണം. അപ്പം ഇ തന്നിട്ടുണ്ട്. ഇയുടെ വാല്യൂ 7 ആണ്. 7 ഇൻറ്റു ഡി മോഡ് ഫൈ ഓഫ് എൻ എന്ന് പറയുന്നത് 48 ആണ്, അല്ലെ? 48 ഈക്വൽ ടു 1 ആയിരിക്കണം. അതായത് 7 ഡിയും
48 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റിമൈൻഡർ എന്ത് കിട്ടാവുള്ളൂ? 1 കിട്ടാവുള്ളൂ അല്ലെ? അപ്പോ 7D-നെ 48 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടണമെങ്കിൽ ഒബ്വിയസ്ലി നമുക്കറിയാം ഡിയുടെ വാല്യൂ എന്തായിരിക്കും? 7 തന്നെ ആയിരിക്കും. അതായത് 7 into 7 അല്ലെ? 7 into 7 മോഡ് 48. മോഡ് 48 ആണ് 1 കിട്ടുന്നത് അല്ലെ? അപ്പൊ അതുകൊണ്ട് ഡിയുടെ വാല്യൂ നമുക്ക് 7 കിട്ടി. ഓക്കെ, ഇനി നമ്മുടെ 6th സ്റ്റെപ്പിലോട്ട് പോവാണ്. നമ്മളുടെ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് സൈഫർ ടെക്സ്റ്റ് ഫോർ ദ പ്ലെയിൻ ടെക്സ്റ്റ്. ഒരു പർട്ടിക്കുലർ പ്ലെയിൻ ടെക്സ്റ്റ് തന്നിട്ടുണ്ട്. പ്ലെയിൻ ടെക്സ്റ്റിന്റെ വാല്യൂ 6 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് സൈഫർ ടെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ സൈഫർ ടെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? 6 ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോ സൈഫർ ടെക്സ്റ്റിന്റെ വാല്യൂ, സൈഫർ ടെക്സ്റ്റ് അല്ല തന്നിരിക്കുന്നത്, പ്ലെയിൻ ടെക്സ്റ്റ് ആണ് 6 തന്നിരിക്കുന്നത്. ഫ്രം ദിസ് പ്ലെയിൻ ടെക്സ്റ്റ് 6 വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് സൈഫർ ടെക്സ്റ്റ്. ഓക്കെ, സോ സൈഫർ ടെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പ്ലെയിൻ ടെക്സ്റ്റിന്റെ റീസ് ടു ഇ, ദാറ്റ് ഈസ് പബ്ലിക് കീ, മോഡ് n ആണ് ഇവിടെ കേട്ടോ, മാറിപ്പോകരുത്. മോഡ് 5 അല്ല, ഇവിടെ മോഡ് n ആണ് വരുന്നത്. അതായത് ഈ ഒരു കാൽക്കുലേഷൻ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത്, അതായത് 6:7 മോഡ് 65 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 46 ആണ്. ഓക്കെ, 46 ആണ് നമുക്ക് കിട്ടുന്ന വാല്യൂ. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്തായിരുന്നു? നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിരുന്നത് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് ഇ ആൻഡ് എൻ. എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ ആൻഡ് എൻ ആണ് ചോദിച്ചേക്കുന്നത്. ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇ അല്ല, ഡി ആണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. ഡി ആൻഡ് എൻ ആണ്. ഈ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഡി ആൻഡ് എൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഡി ആൻഡ് സൈഫർ വാല്യൂ ഓഫ് 6. 6ന്റെ സൈഫർ വാല്യൂയും വേണം, പ്രൈവറ്റ് കീയും വേണം. പ്രൈവറ്റ് കീ നമുക്ക് 7 കിട്ടി. 6ന്റെ സൈഫർ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 46 കിട്ടി അല്ലെ? ഈ ഒരു പെയർ ആണ് നമുക്ക് കിട്ടിയത്. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. അതുപോലെ തന്നെ നമുക്ക് ഏകദേശം ഒരു സ്റ്റെപ്പ് 5 എത്തിയപ്പോഴാണ് 7 കിട്ടിയത് അല്ലെ? അപ്പൊ ആ 7 കിട്ടുമ്പോൾ തന്നെ ഓപ്ഷൻ ഡി നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ നമുക്കറിയാം ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. കഴിവതും നമ്മുടെ ഓപ്ഷനിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. Which layer divide each message into packets at the source and reassemble them at the destination? Which layer divide each message into packet? മെസ്സേജുകളെ പാക്കറ്റ് ആക്കി ഡിവൈഡ് ചെയ്യുകയും തിരിച്ചതിനെ റീഅസംബിൾ ചെയ്ത് ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോൾ റീഅസംബിൾ ചെയ്ത് എക്സാക്ട് മെസ്സേജ് ആക്കി മാറ്റുന്നതും ഏത് ലെയർ ആണെന്നാണ് ചോദിക്കുന്നത്. ഏത് ലെയർ ആണ്? ട്രാൻസ്പോർട്ട് ലെയർ ആണ് ഈ ഒരു ഫംഗ്ഷനാലിറ്റി പെർഫോം ചെയ്യുന്നത്. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ട്രാൻസ്പോർട്ട് ലെയർ. ഓക്കെ, അതായത് ട്രാൻസ്പോർട്ട് ലെയർ ആണ് നമുക്ക് ഒരു എൻഡ് ടു എൻഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ട്രാൻസ്പോർട്ട് ലെയർ ആയിരിക്കും. ഡേറ്റ ലിങ്ക് ലെയറിന്റെ സർവീസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഫ്രെയിമിങ്, ഫ്ലോ കൺട്രോള്, എറർ കൺട്രോള്. ഇനി നെറ്റ്വർക്ക് ലെയറിന്റെ ഫംഗ്ഷനാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺജങ്ഷൻ കൺട്രോള്, ദെൻ അതുപോലെ തന്നെ റൂട്ടിങ് അല്ലെ? റൂട്ടിങ്, കൺജങ്ഷൻ കൺട്രോൾ, ഇതൊക്കെയാണ് ബേസിക്കലി വരുന്ന നെറ്റ്വർക്ക് ലെയറിന്റെ ഫംഗ്ഷനാലിറ്റീസ്. ഫിസിക്കൽ ലെയറിന്റെ ഫംഗ്ഷനാലിറ്റി എന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് നോക്കുന്നു, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് നോക്കുന്നു, ടൈമിംഗ് ഇന്റർഫേസ് നോക്കുന്നു, ബിറ്റിന്റെ സിങ്ക്രണൈസേഷൻ നോക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം ഫിസിക്കൽ ലെയർ ആണ് നോക്കുന്നത്. സോ OSI ലെയറിൽ OSI മോഡലിലെ ഓരോ ലെയറിന്റെയും ഫംഗ്ഷനാലിറ്റി ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഇതുപോലെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം 7th ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. ദാറ്റ് ഇസ് ട്രാൻസ്പോർട്ട് ലെയർ ആണ്. ട്രാൻസ്പോർട്ട് ലെയർ ആണ് മെസ്സേജുകളെ ഡിവൈഡ് ചെയ്യുന്നതും ഡെസ്റ്റിനേഷനിൽ അതിനെ റീഅസംബിൾ ചെയ്യുന്നതും ട്രാൻസ്പോർട്ട് ലെയർ തന്നെയാണ്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 8. A classless address given. Okay, some mistake in question. A classless address is given ആണ്. is given as, ഇതാണ് നമ്മുടെ ഒരു ക്ലാസ്ലെസ് അഡ്രസ്. the number of addresses in the network field, അതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്പർ ഓഫ് അഡ്രസ്സസ് ഇൻ ദ നെറ്റ്വർക്ക് ഫീൽഡ്, അതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലെ? അപ്പോ നമുക്ക് തന്നിരിക്കുന്ന IP അഡ്രസ്, ഈ IP അഡ്രസ്സിൽ
നമുക്കറിയാം IP അഡ്രസ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ക്ലാസ് ഫുള്ളും ഉണ്ട്, ക്ലാസ് ലെസ്സും ഉണ്ട്. ക്ലാസ് ലെസ് ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മളുടെ സബ്നെറ്റ് മാസ്ക്. സബ്നെറ്റ് മാസ്ക് എന്ന് പറയുന്നത് ഇതാണ്. അതായത് സബ്നെറ്റ് മാസ്ക് 27 എന്ന് തന്നു കഴിഞ്ഞാൽ വിച്ച് മീൻസ് ദാറ്റ് നമ്മുടെ നെറ്റ്വർക്ക് പാർട്ടിൽ 27 ബിറ്റ്സ് ഉണ്ട്. ടോട്ടൽ IP അഡ്രസ് എത്ര ബിറ്റ് ആണ്? IP അഡ്രസ് എന്ന് പറയുന്നത് ഒരു 32 ബിറ്റ് ആണ് അല്ലെ? 32 ബിറ്റ് ആണ് IP അഡ്രസ് എന്ന് പറയുന്നത്. 32 ബിറ്റ് ആണ്. ഈ 32 ബിറ്റിലെ 27 ബിറ്റ്സ് നെറ്റ്വർക്കിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അതായത് ക്ലാസ് ലെസ് അഡ്രസ്സിംഗ് ആണിത്. ഇപ്പോ ക്ലാസ് ഫുൾ അഡ്രസ്സിംഗ് ആയിരുന്നുവെങ്കിൽ ബൈ ഡിഫോൾട്ട് നമുക്കറിയാം ക്ലാസ് എക്ക് ഇത്ര നെറ്റ്വർക്ക് ID ഉണ്ട്, ക്ലാസ് ബിക്ക് ഇത്രയുണ്ട്, ക്ലാസ് സിക്ക് ഇത്രയുണ്ട്, നമുക്ക് ബൈ ഡിഫോൾട്ട് അറിയാം. എന്നാൽ ക്ലാസ് ലെസ്സിൽ അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ നമുക്ക് ഈ സബ്നെറ്റ് മാസ്ക് വേണ്ടി വരും. അങ്ങനെ തന്നിരിക്കുന്ന സബ്നെറ്റ് മാസ്ക് ആണിത്. ഈ സബ്നെറ്റ് മാസ്ക് 27 ആയതുകൊണ്ട് നമുക്ക് മനസ്സിലായി 32 ബിറ്റിൽ നിന്നും 27 ബിറ്റ് ആണ് നമ്മൾ നെറ്റ്വർക്കിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ബാക്കി എത്ര ബിറ്റ് ഉണ്ട്? ബാക്കി നമുക്ക് ഒരു 5 ബിറ്റ് ആണ് ഉള്ളത്. ആ 5 ബിറ്റ് ആണ് നമുക്ക് ഹോസ്റ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോ നമ്മളുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമ്മളുടെ ഈ ഒരു നെറ്റ്വർക്കിൽ എത്ര അഡ്രസ്സുകൾ ഉണ്ട് എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അതായത് എത്ര ഹോസ്റ്റുകളെ നമുക്ക് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഹോസ്റ്റിന് വേണ്ടി എത്ര അഡ്രസ്സുകൾ ഉണ്ട് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോ 5 ബിറ്റ് ആണ് അല്ലെ? 5 ബിറ്റ് ആണ് ഹോസ്റ്റിന് വേണ്ടി എങ്കിൽ ആ 5 ബിറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എത്ര അഡ്രസ്സുകൾ ക്രിയേറ്റ് ചെയ്യാം? ദാറ്റ് ഈസ് 2:5, ദാറ്റ് ഈസ് 32 അഡ്രസ്സുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 9. എ ക്ലാസ്ലെസ് അഡ്രസ് ഈസ്, ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ക്ലാസ്ലെസ് അഡ്രസ് ഈസ് ഗിവൺ ആസ് 167. സോറി, ഇത് സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റേഷൻ ആണ്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യന്റെ നമുക്കറിയാം 32 ബിറ്റ് നമ്മളിപ്പോ ഓൾറെഡി ചെയ്തതാണ്. 32 ബിറ്റ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 10. Which of the following is the correct for the destination address? ഓക്കെ, നമുക്ക് ഇങ്ങനെ ഒരു അഡ്രസ് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണം ഇത് ഏത് ടൈപ്പ് ആണ്, അല്ലെങ്കിൽ ഇതിന്റെ ഡെസ്റ്റിനേഷൻ അഡ്രസ് ഏതാണ് എന്ന്, അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ ഏത് കാറ്റഗറിയിൽ വരുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. അതായത് യൂണികാസ്റ്റ് അഡ്രസ് ആണോ, മൾട്ടികാസ്റ്റ് അഡ്രസ് ആണോ, ബ്രോഡ്കാസ്റ്റ് ആണോ എന്നുള്ള കൺസെപ്റ്റ് ആണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. സോ നമുക്ക് ഇതെന്ന് പറയുന്നത് ഒരു മാക് അഡ്രസ്സിന്റെ കോൺസെപ്റ്റ് ആണ് ഇവിടെ വരുന്നത്. മാക് അഡ്രസ് എന്ന് പറയുന്നത് നമുക്കറിയാം 48 ബിറ്റ് ആണ് നമ്മുടെ മാക് അഡ്രസ്. അതായത് മാക് അഡ്രസ് തന്നിട്ട് അതിലെ ഡെസ്റ്റിനേഷൻ ഏതാണ്, അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ അഡ്രസ് ഏത് കാറ്റഗറിയിൽ വരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ആ അഡ്രസ് ഒന്നും കൂടെ ഞാൻ ഇവിടെ എടുത്ത് എഴുതുകയാണ്. ദാറ്റ് ഈസ് 4A 30 10 21 10 1A. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന അഡ്രസ്. ഇതിലെ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബൈറ്റ് എടുക്കുക. ഇതാണ് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബൈറ്റ്. ഓക്കെ, അതായത് 8 ബിറ്റ് വെച്ചിട്ടാണ് വരുന്നത്. 8 ബിറ്റ് വെച്ചിട്ടാണ് ഓരോന്നും വരുന്നത്. ടോട്ടൽ നമുക്കറിയാം 48 ബിറ്റ് ആണ് നമ്മുടെ മാക് അഡ്രസ് എന്നുള്ളത്. അപ്പൊ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബൈറ്റ് എടുക്കുക, അതിനെ നമ്മൾ ബിറ്റിൽ റെപ്രസെന്റ് ചെയ്യുക. ഇതിനെ നമ്മൾ, അതായത് 4A നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? നമുക്ക് 0 1 0 0. ദെൻ എ എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ് എ എന്ന് പറയുന്നത് അല്ലെ? ദാറ്റ് ഈസ് 1 0 1 0. ഇതിനെയാണ് നമ്മൾ 4A എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന അഡ്രസ്സിന്റെ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബൈറ്റ് എടുക്കുക. ആ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബൈറ്റ് നമ്മളിപ്പോ എടുത്തു. ഈ എടുത്തതിൽ നിന്ന് ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് നമ്മൾ നോക്കുക. ഓക്കെ, ഈ എടുത്തിരിക്കുന്നതിൽ നിന്ന് നമ്മൾ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് നോക്കുക. ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് 0 ആണ് എങ്കിൽ ഇത് യൂണികാസ്റ്റ് ആണ്. എന്നാൽ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് 1 ആയിരുന്നുവെങ്കിൽ ഇത് മൾട്ടികാസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന അഡ്രസ്സില് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബൈറ്റ് എടുക്കുക. അതിൽ ആ ബൈറ്റിലെ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് എടുക്കുക. അതിലെ ആ ബിറ്റിന്റെ വാല്യൂ എന്താണെന്ന് നോക്കുക. 0 ആണ് എങ്കിൽ ഇറ്റ് ഈസ് യൂണികാസ്റ്റ്, 1 ആണ് എങ്കിൽ ഇറ്റ് ഈസ് മൾട്ടികാസ്റ്റ്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് അത് 0 ആണ്. സോ എന്തായിരിക്കും റൈറ്റ് ആൻസർ? ഓപ്ഷൻ എ ആയിരിക്കും
റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എ ആണ് നമ്മളുടെ റൈറ്റ് ആൻസർ. ദാറ്റ് ഈസ് യൂണികാസ്റ്റ് അഡ്രസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഓൾമോസ്റ്റ് 9 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. റീസെന്റ് വന്ന നമ്മളുടെ നെറ്റ് എക്സാം 2022 ഈ ഒക്ടോബറിൽ നടന്ന നെറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോ ഈ സെഷൻസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.